എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി നമ്മൾ എടുക്കുന്നത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് 1 കപ്പ് എടുത്തു. അത് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു പാനിലിട്ട് അതൊന്ന് നല്ല ചൂടാക്കി എടുക്കണം. നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് അത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അത് വേകുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായി 1 കപ്പ് നാളികേരം എടുത്തു. അതിലേക്ക് 1 പച്ചമുളക് എടുത്തു, 2 വെളുത്തുള്ളി എടുത്തു, 1/2 ടീസ്പൂൺ ജീരകവും എടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പാകത്തിന് വെന്തു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് ഒന്ന് തിളപ്പിക്കണം. ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. അതിനുശേഷം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഇപ്പോൾ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൽ പരിപ്പ് കറി ഒഴിക്കാം. ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാം. ഇനി 2 പപ്പടവും 1 കൊണ്ടാട്ട മുളക് വറുത്തത് കൂടെ നമുക്ക് വയ്ക്കാം. നല്ല ചൂട് ചോറും നല്ല ചൂട് ചെറുപയർ പരിപ്പ് കറിയും നെയ്യും പപ്പടവും നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.